കോന്നിയിൽ 16-കാരിയെ ഹൈക്കോടതി അഭിഭാഷകൻ ബലാത്സംഗം ചെയ്ത കേസിൽ അട്ടിമറി നടന്നു എന്ന ഗുരുതര കണ്ടെത്തലുമായി ആഭ്യന്തര വകുപ്പ്. 1-ാം പ്രതി നൌഷാദും 2-ാം പ്രതിയും CWC ചെയർമാന്റെ ഓഫീസിൽ നേരിട്ടുപോയി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുവെന്നാണ് കണ്ടെത്തൽ. കോന്നി ഡിവൈഎസ്പിയെയും CIയെയും സസ്പെൻഡ് ചെയ്തുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിലാണ് ഗൗരവമേറിയ ഈ കണ്ടെത്തലുകൾ ഉള്ളത്. 16-കാരിയെ ഹൈക്കോടതി അഭിഭാഷകൻ ബലാത്സംഗം ചെയ്ത കേസിന്റെ തുടക്കത്തിൽ നടന്നത് വലിയ അട്ടിമറി എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ. 1-ാം പ്രതി നൌഷാദും 2-ാം പ്രതിയും CWC ചെയർമാന്റെ ഓഫീസിൽ നേരിട്ട് പോയി കേസ് ഒത്തുതീർപ്പാക്കാനും സ്വാധീനിക്കാനും ശ്രമിച്ചു. അതിജീവിത ശക്തമായ നിലപാടെടുത്തതോടെയാണ് CWC കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പോലീസിന് നൽകിയത്. റിപ്പോർട്ട് നൽകാൻ 10 ദിവസത്തെ കാലതാമസം വരുത്തിയതും പ്രതികൾക്ക് ഗുണമായി. കോന്നി ഡിവൈഎസ്പിയെയും CIയെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പ് ഉത്തരവിലാണ് ഗൗരവമേറിയ കണ്ടെത്തലുള്ളത്. 1-ാം പ്രതിയുടെയും ഭാര്യയുടെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചതെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും കോൺഗ്രസ് നേതാവ് പഴകുളം മധു. CWC ഓഫീസും അതിന്റെ ചെയർമാനുമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് CWC ചെയർമാന്റെ കേസ് എടുക്കുന്നില്ല? പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു CPM നേതാവാണ് CWC ചെയർമാൻ. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് തന്നെ ഇത്തരം കേസുകളിൽ അവർക്ക് താല്പര്യമുള്ളവർ വന്നാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ രാഷ്ട്രീയ നിയമനങ്ങൾ CWC നടത്തുന്നത്. അതേസമയം ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തലുകളെ CWC ചെയർമാൻ നിഷേധിക്കുകയാണ്. പെൺകുട്ടിയുടെ അമ്മ കാണാൻ വന്നെന്നും അന്ന് തന്നെ ഇത് സംബന്ധിച്ച പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയെന്നുമാണ് അനൌദ്യോഗിക വിശദീകരണം. 24 പത്തനംതിട്ട.